ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയും ഒരു നാടൻ കറിയാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചുണ്ടാക്കുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ. ഇടയ്ക്കൊക്കെ തേങ്ങാപ്പാൽ ഒഴിച്ച കറികളും നമ്മൾ ചെയ്യണ്ടേ. അപ്പോൾ ഇത് കുമ്പളങ്ങ പാൽ കറിയാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഒരു 1/4 കിലോ കുമ്പളങ്ങ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് ഈ ഒരു കറി ഉണ്ടാക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ കുമ്പളങ്ങ പാൽ കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/4 കിലോ കുമ്പളങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു വലിയ സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 3 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു പീസ് ഇഞ്ചി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുമ്പളങ്ങ ഒരുപാട് വലിയ പീസുകളായിട്ടല്ല, നമ്മളിതാ ഇത്രയുള്ള ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരുപാട് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കായി വരാൻ സമയം കൂടുതലെടുക്കും. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തേങ്ങയുടെ 1/4 പാലും 2/2 പാലും ആണ്. അപ്പോൾ 1/2 കപ്പ് തേങ്ങയുടെ 1/4 പാലും 2.25 കപ്പ് 2/2 പാലും എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഒരു ചട്ടി ചൂടാക്കിയിട്ട് നമ്മുടെ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനുശേഷം കറി റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ നമ്മളൊരു ചട്ടി വെച്ചിട്ട് ചട്ടി ചൂടായി തുടങ്ങുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. കുറച്ച് വെളിച്ചെണ്ണ മതി, ഒരുപാട് വെളിച്ചെണ്ണ ഇപ്പോൾ വേണ്ട. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ആദ്യം ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കാൻ. ഇഞ്ചി അത്യാവശ്യം വേണം കേട്ടോ, ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു പീസ് ഇഞ്ചി എടുക്കുക. ഇഞ്ചി ഒന്ന് ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് പച്ചമുളക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും ചേർക്കാം. ഈ സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ബ്രൗൺ ആയി വരേണ്ട, ട്രാൻസ്പെറൻ്റ് ആയി വന്നാൽ മതി. ഇതിലേക്ക് നമുക്ക് സവോളയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഈ സവോള ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് സോഫ്റ്റായി വന്നോളും. ഇപ്പോൾ നമ്മുടെ സവോള ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഇതിൽ വേണ്ടത് പച്ചമുളകിൻ്റെ എരിവാണ്, അതുകൊണ്ടാണ് നമ്മൾ 1/4 ടീസ്പൂൺ മുളക് പൊടി മാത്രം ചേർക്കുന്നത്. ഈ പൊടികളൊന്ന് കുക്കായി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പൊടികളൊന്ന് നന്നായിട്ട് കുക്കായി വന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കുമ്പളങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കുമ്പളങ്ങയും പൊടികളും ചേർന്ന് നന്നായിട്ട് കുക്കായി വരണം. ഈ സമയം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ കുമ്പളങ്ങയിലേക്ക് ആ മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരാനാണ് 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക എന്ന് പറയുന്നത്. ഇനി നമുക്കിതിലേക്ക് കുമ്പളങ്ങയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് ഉപ്പ് ചേർക്കുക, പിന്നീട് ആവശ്യമാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങയുടെ 2/2 പാല് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. കുമ്പളങ്ങ കുക്കായി വരാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. അപ്പോൾ ഇനി ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് കുമ്പളങ്ങയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അടച്ചു വെച്ച് കുക്ക് ചെയ്യാം കേട്ടോ. കുമ്പളങ്ങ അധികം വേവില്ലാത്ത ഒരു വെജിറ്റബിളാണ്, വേഗം തന്നെ കുക്കായി കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളങ്ങ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് പുളിക്ക് ആവശ്യമായ വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ അല്ലെങ്കിൽ ലെമൺ ജ്യൂസ്. ഇതിൽ തക്കാളി ചേർക്കില്ല കേട്ടോ നമ്മൾ. അപ്പോൾ ഞാനൊരു 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. പുളി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം. ഒരുപാട് പുളിയുള്ള റെസിപ്പി അല്ല, ചെറിയൊരളവിലേ പുളിയുള്ളൂ. അപ്പോൾ ചെറിയൊരളവിൽ മാത്രം നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആണെങ്കിൽ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയുടെ 1/4 പാലാണ്. അത് ചേർക്കുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ ചട്ടിക്ക് നല്ല ചൂടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ തിളച്ചു പോകും. നമ്മൾ ഒരു കൈ കൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പുറത്തെ സൈഡിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം.
ഇനി നമ്മൾ ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യുക. എരിവൊക്കെ ആവശ്യത്തിന് ഉണ്ടാവും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തിട്ടാണല്ലോ ചേർത്തിട്ടുള്ളത്. അത് ആ പച്ചമുളകിൻ്റെ എരിവുണ്ടാവും. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളി കുറവാണെങ്കിൽ കുറച്ചുകൂടി വിനിഗർ ചേർത്ത് കൊടുക്കുക. ഇത് നല്ല കുറുകിയ കറിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുക്കുക. ഞാനിപ്പോൾ അധികം കട്ടിയുള്ള തേങ്ങാപ്പാലല്ല എടുത്തത്, ഒരു ലൂസായിട്ടുള്ള ഒഴിച്ചുകറിയായിട്ടുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വറവിട്ടെടുക്കാം. വറവിടുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണയൊക്കെ മതി. ഇതിലേക്ക് ഇനി നമ്മൾ കടുകല്ല ചേർക്കുന്നത്. ഈ ഒരു കറിയിൽ ഉലുവയാണ് ചേർക്കുന്നത്. കടുക് ചേർക്കില്ല, ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് ചൂടായി പൊട്ടി വരട്ടെ. ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 4-5 ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2-3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് കറിവേപ്പില. ഇതെല്ലാം ഇനി നന്നായിട്ടൊന്ന് കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഉള്ളി ഒന്ന് ബ്രൗൺ ആയി വരണം. ഡാർക്ക് ബ്രൗൺ അല്ല, ലൈറ്റ് ബ്രൗൺ ആയി വരണം. അപ്പോൾ വളരെ എളുപ്പമാണ് കേട്ടോ ഈ ഒരു കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇപ്പോൾ നമുക്ക് കോക്കനട്ട് മിൽക്ക് പൗഡർ ഉണ്ട്, അല്ലെങ്കിൽ കോക്കനട്ട് മിൽക്ക് റെഡിമെയ്ഡായിട്ട് കിട്ടിയതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് ബുദ്ധിമുട്ടൊന്നും വേണ്ട. ഈ ഒരു 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മാത്രം കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ കറി അധികം കളറില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1-2 കാര്യങ്ങളും കൂടി ചേർക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയുടെ കളർ ഉണ്ടെങ്കിൽ നല്ല മഞ്ഞ കളറിലെ കറിയല്ല നമ്മുടെ. അപ്പോൾ അതൊന്ന് മഞ്ഞ കളറാക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ കറിയുടെ എരിവ് ചെക്ക് ചെയ്തപ്പോൾ എരിവ് കറക്റ്റാണ്. അതുകൊണ്ട് ഞാൻ ഇനി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് എരിവ് കൂടിപ്പോവും. ഉള്ളി കനം കുറച്ച് വട്ടത്തിൽ കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നമുക്ക് കുക്കായി കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെ റോ സ്മെല്ലും റോ ടേസ്റ്റും മാറുന്നത് വരെ ഒന്ന് ഇളക്കുക. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാത്രം ഇത് ചേർക്കുക. ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വറവ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. ചൂടോടെ ഉപയോഗിക്കരുത്, ചൂട് മാറിയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ ഒരു കുമ്പളങ്ങ കറി ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. ഉണ്ടാക്കി നോക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിച്ചിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇതുപോലെയുള്ള കറികളും മറ്റുള്ള പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്യാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. ഏതൊക്കെ റെസിപ്പികളാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.